ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നുകൂടി ഒരു ടോപ്പ് വെട്ടി, പക്ഷെ അതിൻ്റെ അത് ടോപ്പിന് നമ്മൾ ലൈനിങ് വിത്ത് ലൈനിങ്, സ്റ്റിഫ്, സിബ് ഇത്ര കാര്യങ്ങളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഫുൾ ലെങ്ത് ഷോൾഡർ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാനുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് ഒരു അളവ് വെച്ചിട്ട് ഈ അളവ് വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തേതിൽ നമ്മൾ ചുരിദാറിന്റെ മെഷർമെന്റ് എടുക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് ചിലർക്കൊക്കെ ഡൗട്ട്സ് വന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒരു ടോപ്പിന് എങ്ങനെ അളവെടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഞാൻ അളവെടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നേക്കുന്നത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 40 ആണ് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ഫുൾ ലെങ്ത് +2 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഫുൾ ലെങ്തിൽ നിന്നും ഇവിടെ 40 നിന്ന് 2 കൂട്ടി 42 അളവെടുക്കുകയാണ്. ലെങ്ത് നമുക്ക് ഏകദേശം ഒരു ഇച്ചിരി ഈ പോയിന്റ് തൊട്ട് തുടങ്ങാം. ഈ പോയിന്റിൽ നിന്നും താഴേക്ക് വന്ന് 40നോട് 2 കൂട്ടി 42 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ വന്നിട്ട് ഷോൾഡർ ആണ്. ഷോൾഡർ എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്ന കാര്യമാണ്. ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് 14 ആണ്. 14ന്റെ പകുതി 7. 7 നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 6 വരും. ആ 6 ഇഞ്ചാണ് നമുക്ക് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ 6 അടയാളപ്പെടുത്തി. ഏകദേശം ഇതിന് ചെസ്റ്റ് 31 ഇഞ്ചേ ഉള്ളൂ. അപ്പം 31 ഇഞ്ച് ഷോൾഡർ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു 2.25 ഇഞ്ച് കഴുത്തകലം അടയാളപ്പെടുത്തുവാണ്. 2.25 ഇഞ്ച് കഴുത്തകലം അടയാളപ്പെടുത്തി. കഴുത്തിറക്കം 4.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ച് അത് അടയാളപ്പെടുത്തി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരൂടെ കഴുത്ത് വൈഡാക്കാം. വൈഡാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴുത്തിറക്കം കുറച്ചത് കൊണ്ട് നമുക്ക് കഴുത്തകലം ഒരു 2.5 വേണമെങ്കിൽ എടുക്കാം. സ്ക്വയർ ചെയ്തു. ഞാൻ കഴുത്ത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സ്റ്റിഫ് സിബും വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അളവെടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇത് നമുക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. കൈക്കുഴി അറിയാം, എല്ലാവർക്കും അറിയാം. കൈക്കുഴി ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇപ്പം ഏകദേശം ചെസ്റ്റ് വണ്ണം ഇത്ര വരുന്നവർക്ക് എത്ര കൈക്കുഴി വരണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഞാനിവിടെ 31 ചെസ്റ്റ് വണ്ണം വരുന്നത്. അപ്പം നമുക്ക് 5.5 ഇഞ്ച് കൈക്കുഴി കൊടുക്കാം. 5.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുക. പിന്നെ വേസ്റ്റ് ലെങ്ത് ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് ലെങ്ത് ഇവിടെ വരുന്നത് 13 ആണ്. സ്ലിറ്റ് വരുന്നത് 20 ആണ്. 20ഉം ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് തന്നെ താഴേക്ക്. ചിലർക്ക് ഡൗട്ട്സ് വരുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം. അങ്ങനെ ഒരു നീളം ഇല്ല. നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്കാണ് കൈക്കുഴി, വേസ്റ്റ് ലെങ്ത്, സ്ലിറ്റ് ഇത് 3ഉം അടയാളപ്പെടുത്തുന്നത്. അല്ലാതെ ഇവിടെ ഒരു ഡിസ്റ്റൻസിന് അളവൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ വന്നിട്ട് നമുക്കിനി അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റ് വണ്ണമാണ്. ചെസ്റ്റ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ചെസ്റ്റ് വണ്ണം 31, അതിൽ 1/4 + 2 വേസ്റ്റ് 24 ആണ്. 6 6നോട് 2 കൂട്ടി 8. സീറ്റ് വണ്ണം 32 ആണ്. 8 ഒരു 1/4 ആകുമ്പോൾ 1.5 ഇഞ്ച് കൊടുക്കുമ്പോൾ 9.5. ഈ ഇതിൽ നിന്ന് ഈ 9.5 ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടി താഴെ ഫ്ലെയർ അടയാളപ്പെടുത്തുക. 9. അതുപോലെ സൈഡ് ഷേപ്പ് ചെയ്യുന്നത് എല്ലാവരും വളഞ്ഞുളഞ്ഞ് പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളൊരു സ്കെയിൽ വല്ലതും വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടേപ്പ് ആണെങ്കിലും വെച്ചത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതി. അല്ല നമ്മുടെ ഫ്രീ ഹാൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും വളഞ്ഞൊക്കെ പോകുന്നത്. ഇങ്ങനെ വേട്ടുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഷേപ്പ് സൈഡ് വെട്ടിയെടുക്കാം. പിന്നെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വെട്ടുന്നത് കൈക്കുഴി നമുക്ക് അടയാളപ്പെടുത്താം. ഈ കൈക്കുഴി എല്ലാവർക്കും ഒരു ഇച്ചിരി പാടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് കൈക്കുഴി അടയാളപ്പെടുത്താം.
ഈ വളവ് കിട്ടുന്നത് അങ്ങനെ ആർക്കും കറക്റ്റ് ആവുന്നില്ല. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ചാൽ നമുക്ക് കർവ് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫ്രണ്ട് കഴുത്ത് വെട്ടാതെ ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്റ്റിഫ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും സിബ് വെച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതും പിന്നെ ലൈനിങ് വിത്ത് ലൈനിങ്ങൂടെ എങ്ങനെയാണ് നമുക്കൊന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോട്ട്സ് കൊടുക്കുക. ഇത് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ഫോൾഡിങ് തുറക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ലൈനിങ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ നാലായിട്ട് ലൈനിങ് 4ആയിട്ടാണ് മടക്കിയിട്ടേണ്ടത്. നമുക്ക് ലൈനിങ് ഇത് ഇങ്ങനെ തന്നെ കിട്ടുന്നത് കൊണ്ട് നമ്മളതിന് അതേപടി നമ്മൾ മടക്കി ഇങ്ങനെ ഇട്ടേക്കുവാണ്. ലൈനിങ് വെട്ടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ട തുണി ഉണ്ടല്ലോ, നമ്മൾ വെട്ടി വെച്ചേക്കുന്ന തുണി അതിൻ്റെ ലൈനിങ്ങിനെക്കാട്ടിൽ ഒരു 3 അല്ലെങ്കിൽ 4 ഇഞ്ച് ഇറങ്ങി നിൽക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതേ സെയിം അളവിൽ വെട്ടി തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൈനിങ് എന്ന് പറയുന്നത് ചുരുങ്ങാൻ സാധ്യതയുള്ള തുണിയാണ്. അപ്പം ചുരുങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് നല്ല തുണിയാകുമ്പോൾ അത്ര വലുതായിട്ട് ചുരുങ്ങുന്നില്ലല്ലോ. അപ്പോൾ ഇത് ചുരുങ്ങി സൈഡൊക്കെ ഇങ്ങനെ ചുളിവ് വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളവരാണ് ഫുൾ ലെങ്ത് എടുക്കണ്ട എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് മുട്ടിൻ്റെ ഇടം വരെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല തുണിയെക്കാട്ടിൽ 2 ഇഞ്ച് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗം പൊങ്ങി വരാതിരിക്കും. അപ്പം അങ്ങനെ ഒരു ഫോൾഡ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും വെട്ടുമ്പോഴത്തേക്കും ഒരു 3 ഇഞ്ച് കയറ്റി വെട്ടാൻ നോക്കണം. ലൈനിങ് എപ്പോഴും 3 ഇഞ്ച് കയറി നിന്ന് വെട്ടാൻ നോക്കുക. ഓക്കെ, നമുക്ക് ഇതേ അളവിൽ തന്നെ ഇതിനെ ലൈനിങ്ങിനെ വെട്ടിയെടുക്കാം. ലൈനിങ് വെട്ടിയെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഫ്രണ്ടിൽ മാത്രമാണ് സ്റ്റിഫ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം സ്റ്റിഫ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗം മാറ്റുക, ബാക്ക് ഭാഗം മാറ്റിയെടുക്കുക. അതുപോലെ ലൈനിങ് അതിൻ്റെ ബാക്കിൻ്റെ ഭാഗവും മാറ്റുക. എന്നിട്ട് ഫ്രണ്ടിന്റെ കൈക്കുഴി കുഴിച്ച് വെട്ടി കൊടുക്കണം. കഴുത്ത് വെട്ടരുത്. സ്റ്റിഫ് നമ്മൾ തയ്ക്കാൻ വെച്ചേക്കുവാണെങ്കിൽ ഒരിക്കലും കഴുത്ത് നമ്മൾ വെട്ടരുത്.
കൈക്കുഴി ഒഴിച്ച് വെട്ടി കൊടുക്കുക. ഇനി ബാക്ക് കഴുത്ത് വെട്ടുക. രണ്ടര കഴുത്തകലം കൊടുക്കുക. കഴുത്തിറക്കം ബാക്ക് കഴുത്തിറക്കം 5 പറഞ്ഞേക്കുന്നത്. 2.25 മതി. ബാക്ക് കഴുത്ത് വെട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹാഫ് സ്ലീവ് ആണ് വെട്ടിയത്. അപ്പൊ നമുക്ക് ഇന്ന് 3/4 സ്ലീവ് വെട്ടാം. 3/4 അല്ല, നമ്മുടെ മുട്ടിന്റെ ഇവിടം വരെയുള്ള നീളത്തിനനുസരിച്ചിട്ടുള്ള സ്ലീവാണ് നമ്മൾ അളവെടുത്തേക്കുന്നത്. സ്ലീവ് വെട്ടുമ്പോഴും 4 തന്നെ മടക്കുക. സ്ലീവ് ഇട്ട് വരുന്നത് നമുക്കിവിടെ 9 വരുന്നത്. 9ന്റെ പകുതി 4.5, അതിന്റെ കൂടെ 3 കൂടെ കൂട്ടി നമ്മളിവിടെ 7.5 വരും. 7.5 അടയാളപ്പെടുത്താം. അവിടുന്ന് നമുക്കൊരു 3 ഇഞ്ച് കൈക്കുഴി, 3-3.5 ഇഞ്ചോ കൈക്കുഴി നമുക്ക് താക്കാം. ഇവിടെ 3.5 കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഈ പോയിന്റിൽ നിന്നും ഞാൻ നിങ്ങൾക്കൊരു 1.5 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു അളവ് പറഞ്ഞേക്കുന്നതാണ്. നമുക്കത് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത്. ആ 1.5-ൽ നിന്ന് ഈ 3.5-ലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ താഴത്തെ വണ്ണം ഉണ്ടല്ലോ, ആ വണ്ണത്തിന്റെ പകുതി എടുക്കുക. അതിൽ നിന്ന് 2 ഇഞ്ച് കൂടെ കൂട്ടുക. അവിടെ വരുന്നത് 8, അതിന്റെ പകുതി 4, എന്നോട് 2 കൂട്ടി 6. എന്നിട്ട് ഈ പോയിന്റ് കൂടെ നേരെ വരയ്ക്കാം. ഇങ്ങനെയാണ് കൈ വരേണ്ടത്. പിന്നെ നമുക്ക് ഇത് നിവർത്തിട്ടിട്ടാണ് നമ്മുടെ കൈക്കുഴി വെട്ടിയെടുക്കേണ്ടത്. നിവർത്തിടുക. കൈക്കുഴി വെട്ടുന്നത് എല്ലാവരും ഒരു സംശയം പറഞ്ഞിരുന്നു. ഇതിന്റെ സെന്റർ പോയിന്റ് കാണാം. കണ്ടതിന് ശേഷം നിവർത്തിടുക. ഒന്നെങ്കിൽ നല്ല ഭാഗവും അല്ലെങ്കിൽ ചീത്ത ഭാഗവും കൂടെ നേർക്ക് നേരിടുക. ഇതാണ് ഇതിന്റെ ചീത്ത ഭാഗവും അഴുക്ക് ഭാഗവും തമ്മിൽ നേരെ വെച്ച് കൈക്കുഴി ഏതെങ്കിലും ഒരു ഭാഗത്തെ കൈക്കുഴി കുഴിച്ചു കൊടുക്കും. അവിടെ ചെറിയൊരു നോച്ചസ് ഇടും. അങ്ങനെ നമ്മൾ ഇപ്പൊ സ്ലീവിന് നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവും വെട്ടി എടുത്തിട്ട് എടുത്താൽ മതി. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്ക് ചെയ്യേണ്ടത് സിബ് വെക്കാനായിട്ടുള്ള ഒരു പീസാണ്. നമുക്ക് സിബ് വെക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 2 ഇഞ്ച് വീതിക്ക് നമ്മുടെ ഏകദേശം ഇടവണ്ണത്തിന്റെ ഒരു 1.5 ഇഞ്ച് താഴെ സിബ് നിൽക്കാവുള്ളൂ. അത് നമുക്ക് ഏകദേശം ഒരു 17 ഇഞ്ച് നീളത്തിൽ സിബിനുള്ള പീസ് എടുക്കാം. ഒരു 3 ഇഞ്ച് 2 അല്ലെങ്കിൽ 3 ഇഞ്ചോ വീതി മതി സിബ് വെക്കാനായിട്ടുള്ള തുണി. ഇനി നമുക്ക് സ്റ്റിഫ് കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കാം.
ഇതിപ്പോൾ നമ്മൾ സ്റ്റിഫാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിഫ് നമുക്കിപ്പോൾ ഫ്രണ്ടിൽ മാത്രം മതി. അപ്പോൾ ഫ്രണ്ടിലെ മാത്രം മതി ഉള്ളതുകൊണ്ട് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. നമുക്ക് കഴുത്തകലം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു 2.25 ഇഞ്ചാണ്. 2.5 ഇഞ്ചാണ് കഴുത്തകലം നമ്മൾ എടുക്കുന്നത്. ആ 2.5 നമ്മൾ ഇവിടെ എടുക്കുകയാണ്. കഴുത്തിറക്കം 4.5 ഇഞ്ചാണ്. സ്ക്വയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് വീതിക്ക് സ്റ്റിഫ് ഇങ്ങനെ വെട്ടിയെടുക്കും. ഇങ്ങനെ 1.5 ഇഞ്ച് വീതിക്കാണ് നമുക്ക് സ്റ്റിഫ് വെട്ടിയെടുക്കേണ്ടത്. നമ്മുടെ കഴുത്തിൻ്റെ അളവ് അനുസരിച്ച് 1.5 ഇഞ്ച് വീതി. ഇത് നമ്മളൊക്കെ ഒരു തുണിയിലോട്ട് അയൺ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണോ ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗം. സ്റ്റിഫിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗം പരപ്പെടുത്തതും മറ്റു ഭാഗം വെച്ച് ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്ക്വയർ പീസിലുള്ള തുണി എടുക്കുക. നമുക്കിത് കഴുത്തിന് ഷേപ്പ് വെക്കത്തില്ലേ അതേപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ക്വയർ പീസിലുള്ള തുണി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റിഫ് ഏകദേശം ഒരു സെൻറ്റർ പോർഷൻ നോക്കി ഗ്ലേസിംഗ് ഉള്ള ഭാഗം തുണിയോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ 2.25 കഴുത്തകലം എടുക്കുന്നത്. 2.25 ആ 2.25 ഇത് സെൻറ്റർ പോർഷൻ. ഇപ്പുറത്തോട്ട് 2.25 ഇപ്പുറത്തോട്ട് 2.25 അളവെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മളിതിനെ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. സ്റ്റിഫ് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പോയിന്റ് കറക്റ്റായിട്ട് വെക്കുക. ആദ്യമേ എന്നിട്ട് ഈ പോയിന്റാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. എന്നിട്ട് ഈ 2 പോയിന്റ് ഒട്ടിച്ചതിന് ശേഷം മാത്രം താഴെയുള്ള ഭാഗം അയൺ ചെയ്ത് കൊടുക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ ഇത് അയൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചുറ്റിനുമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതിനെ കട്ട് ചെയ്യുക. സെൻറ്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, നമുക്കിനി ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.